കഴിഞ്ഞ ദിവസം ജോക്കിക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ റെക്കോർഡ് സൂപ്പർ ചാറ്റ് ആയിരിക്കും. നെവർ എവർ എ സ്ട്രീമർ അച്ചീവ്ഡ് ദാറ്റ്. 4,50,000 രൂപ സൂപ്പർ ചാറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ആൻഡ് ഒരു സ്ട്രീമർക്കും ഇതുവരെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിൽ തന്നെ ടോപ്പ് 5 ടോപ്പ് 3 എന്തോ ഉള്ള അച്ചീവ്മെൻ്റ് ആണ്. ഇന്ത്യ ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും ടോപ്പ് സൂപ്പർ ചാറ്റാണ് എന്നെ സിംഗിൾ സ്ട്രീം. അതാ മറ്റേ ലിസ്റ്റിൽ ഞാൻ കണ്ടായിരുന്നു. സോ അപ്പോൾ ഈ ഒരു സൂപ്പർ ചാറ്റ് വന്നപ്പം കുറച്ച് പെർട്ടിക്കുലർ ആൾക്കാരെ ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടന്റ് ആക്കിയിട്ട് കമൻറ്റിൽ ആഘോഷിക്കുന്നത് കണ്ടായിരുന്നു. ഇതൊരു സ്ക്രിപ്റ്റഡ് പരിപാടിയാണ്, സ്ക്രിപ്റ്റഡ് സാധനമാണ്. അതായത് കഴിഞ്ഞ ദിവസം വേറൊരു സ്ട്രീമിൽ വേറൊരാൾക്ക് കിട്ടിയതിൻ്റെ കൗണ്ടർ ടി വിയുടെ പവർ കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടെ ചെയ്ത പരിപാടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ ഗ്രൂപ്പിലും കുറേ കാര്യങ്ങളായിട്ട് വന്നു, അല്ലാതെ കുറേ കണ്ടന്റും വന്നു. ഗൈസ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങളുടെ അടുത്തൊക്കെ. നീയൊക്കെ ചിലപ്പോൾ ഇന്നലെ RP കാണാനും നീ ഗെയിം കാണാനും സ്ട്രീം കാണാനും തുടങ്ങിയവരായിരിക്കും. പുള്ളി ചെയ്തതിൻ്റെ ശരത്തേട്ടൻ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സൂപ്പർ ചാറ്റ് ചെയ്തതും പേഴ്സണൽ സഹായം ചെയ്തതും ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ അച്ഛനമ്മമാരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്ത പൈസ, ഈ പൈസ എല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ പോലും അതിൻ്റെ ഒരു 2% പോലും വരത്തില്ല പുള്ളിക്ക് കിട്ടിയ സൂപ്പർ ചാറ്റ്. നിനക്കൊന്നും അറിയത്തില്ല, എനിക്കറിയാം. പുള്ളിക്ക് ഇതൊന്നും വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. പുള്ളിക്ക് അറിയാം പുള്ളി ചെയ്തത് എന്താണെന്ന്. മനസ്സിലായ? ഈവൻ ദോ ഞാൻ പലവട്ടം പോലും ഞാൻ ബ്ലൈൻഡിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. എനിക്കറിയാം, കാരണം ബ്ലൈൻഡിൽ വേറെ മാനേജ്മെൻറ്റിൽ കുറേ ആൾക്കാർ ഉള്ളത്. എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ആരുടെ വേണമെങ്കിലും തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ ബ്ലൈൻഡിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. അത് ശരത്തേട്ടനെ ചൂണ്ടിക്കാണിയിട്ടോ ആ സാധനമല്ല ഞാൻ പറഞ്ഞത്. ബ്ലൈൻഡിൻ്റെ മാനേജ്മെൻറ്റിൽ മൾട്ടിപ്പിൾ ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്കത് വെളിയിൽ നിന്ന് കാണുമ്പോൾ സാത്താനും ജോഗിയും മാത്രമേ ഉള്ളൂ അതിനകത്ത്. പക്ഷേ എനിക്കറിയാം. പക്ഷേ ഫ്രം ദ ബിഗിനിങ് പുള്ളി പേഴ്സണലി ചെയ്തൊരു കാര്യങ്ങളോട് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉണ്ട്. അത് അങ്ങേർക്ക് പറഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ നിനക്കൊക്കെ എന്ത് വേണമെങ്കിൽ ഇതുപോലെ നീ ഒന്ന് ആലോചിച്ച് നോക്കിയ ശരത്തേട്ടനായാലും ഞങ്ങളൊക്കെ ആയാലും ആ സമയത്ത് അതിൻ്റെ ഇൻകം ടാക്സിൻ്റെ ഇഷ്യൂസൊക്കെ വന്ന് ഒരുമാതിരി മൂഞ്ചി തെറ്റി നിന്നൊരു സമയമുണ്ട്. ശരത്തേട്ടനും ഇപ്പോഴും പുള്ളി അതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. 4,00,000 രൂപ 4,50,000 രൂപ ഞങ്ങൾ പ്ലാൻ ചെയ്ത് യൂട്യൂബിന് 40% കൊടുത്തിട്ട് ബാക്കി 2,00,000 രൂപ പുള്ളിയുടെ അക്കൗണ്ടിൽ ഇടാൻ ഞങ്ങളുടെ തലയ്ക്ക് ഓളോ. ഞാൻ ആ പൈസ ഉണ്ടായിരുന്ന നേരെ പുള്ളിക്ക് കൊടുത്തിട്ട് പുള്ളിയുടെ മറ്റേ ഇൻകം ടാക്സിന്റെ അതിനെ കടം വീട്ടാൻ പറഞ്ഞേനെ. നിനക്കൊക്കെ എന്താ ഇങ്ങനെ ബ്രോ, ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ലോജിക്കുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വേണ്ട ഇത് ചെയ്യാന്. റാംബോ ബ്രോ താങ്ക് യു സോ മച്ച്. ഈഗിൾ ഗെയിമിംഗ് സബ്സ്ക്രിപ്ഷൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതൊന്ന് പറയുന്നുണ്ടോ? ജോക്കിക്ക് അത് ഭയങ്കര വിഷമമായി കേട്ടോ. ജോക്കി എൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ ദേവൂട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ. അപ്പോൾ ദേവൂട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രിയിൽ തിയേറ്ററിൽ കളി കാണാൻ പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് അമീഗോസിലേക്ക് കയറി ചെറിയൊരു ട്രീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ജോക്കി ഇരുന്ന് പറയാം, എടാ എല്ലാവരും അങ്ങനെയാണോ വിചാരം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലേടാ ആർക്കും വേണ്ടി, എടാ എനിക്കിത് വിഷമമാണ്, ഇത് അന്ന് ഒരു സന്തോഷം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ജോക്കി ഭയങ്കര ഈ സെൻറ്റിമെൻ്റലൊക്കെ ആണ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ബാഡായി. അതുകൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളത്. ഞാൻ അത് കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര ബാഡായി, സത്യം പറയാമല്ലോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതായത് നിങ്ങളുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലൈനപ്പ് ഇന്ന് ഇവിടെ കാണുന്ന 15,000 ഗെയിമിംഗ് ഓഡിയൻസ് ഉണ്ടെങ്കിൽ അതിൽ എനിക്ക് തോന്നുന്നു 10,000 പേരുടെ ഫേവറേറ്റ് വൺ ഓഫ് ദ ഒരു ലൈനപ്പ് ആയിരുന്നു ബ്ലൈൻഡിൻ്റെ ലൈനപ്പ്. ആ ലൈനപ്പ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏറ്റവും വലിയ ഫോണ് ഒന്നും നോക്കാതെ 5 എണ്ണം മേടിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങേര്. നിങ്ങൾക്കൊക്കെ ഇത് പഴങ്കഥയായിരിക്കും, പക്ഷെ അനുഭവിച്ചവർക്കറിയാം, അല്ല ഇത് കണ്ടുകൊണ്ടിരുന്നവർക്കറിയാം അത് എന്തൊരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു. എനിക്ക് പോലും, ഞാൻ ഇന്നൊരു ഗെയിമറായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഫോണിൽ നിന്നാണ് ഞാൻ എല്ലാം തുടങ്ങിയത് ഒരു ഫോണിൽ നിന്നാണ്. രഞ്ജു ചേട്ടനൊക്കെ വാങ്ങിച്ചു തന്ന ഒരു ഫോണിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് ശരത്തേട്ടൻ എനിക്ക് PC വാങ്ങിച്ചു തരുന്നത്. അപ്പോൾ അറിയാം, ഇപ്പം ഈ ഗെയിം കളിക്കുന്ന ആൾക്കാർക്കറിയാം കറൻ്റ്ലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ ഉള്ള സന്തോഷം എന്താണെന്ന്. അതിനെയൊക്കെ ചോദ്യം ചെയ്യുക, അതിനെയൊക്കെ ഇതാക്കുക എന്ന് പറയണത് ഭയങ്കര ഇതാണ്. കാരണം പുള്ളിക്ക് അത് കിട്ടിയത് പുള്ളി ചെയ്തതിൻ്റെ പറഞ്ഞില്ലേ, പുള്ളി അത് ചെയ്തു കൊടുത്തതിൻ്റെ കർമ്മയാണ് അങ്ങേർക്ക് ഇപ്പം തിരിച്ച് കിട്ടിയത്. അല്ലാതെ അതിനകത്ത് വേറെ ഈ പറയണത് പോലെ സ്ക്രിപ്റ്റും കോപ്പും ഒന്നും ഇല്ല. വട്ടുണ്ടോ, തലയ്ക്ക് ഓളം ഉണ്ടോ നമുക്കൊക്കെ? സോ ഗൈസ്, എനിവേ എത്ര ഉള്ളൂ, എനിക്കത് അത്ര ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. എനിവേ എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം.